പല കുട്ടികളും നേരിട്ട് വന്ന് സംസാരിക്കുന്നത് കൊണ്ടും പല യുവാക്കളും ഇത്തരം പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ടും ഇന്നത്തെ ഏറ്റവും മാരകമായിട്ടുള്ളത് അശ്ലീല സൈറ്റുകൾ തന്നെയാണ്. ഒന്ന് നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ നമ്മുടെ മക്കളെങ്ങാനും ആ സൈറ്റുകളിൽ കയറുന്നതിൻ്റെ ഒരു ചിത്രം വാപ്പയോ ഉമ്മയോ കണ്ടാൽ നമുക്ക് ഒരിക്കലും പിന്നെ നമ്മുടെ മക്കളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്ര മാരകമാണ്. ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു വിവാഹപ്രായം എത്തിയാൽ ഒരു ഭാര്യയെ ഉൾക്കൊള്ളാൻ അവന് പറ്റില്ല. കാരണം ഈ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഈ വീഡിയോസ് നിരന്തരമായി കാണുന്ന ഒരു കുട്ടിക്ക് വിവാഹം കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയോട് ഒന്നും തോന്നില്ല. വിവാഹം കഴിഞ്ഞ് വളരെ ആഘോഷകരമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച ഒരു 19-20 വയസ്സായ ഒരു പെൺകുട്ടി കൂടെ നടന്നിട്ടും ഒരു സ്നേഹപ്രകടനം ഇല്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പുതിയ തലമുറ. എത്രയോ കേസുകൾ എൻ്റെ അറിവിലുണ്ട്. ഒന്നും അവളെ ഒന്ന് തുടരണമെന്നോ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നോ അവളെ കൂടെ ഒന്നൊരപ്പുറത്തേക്ക് ഒരു യാത്ര ചെയ്യണമെന്ന് അവന് തോന്നുന്നില്ല. കാരണം അവനൊരു പെണ്ണ് ആവശ്യമില്ല, അവനൊരു ഭാര്യ ആവശ്യമില്ല. അവൻ അവളെ ഉറങ്ങി കിട്ടിയാൽ മതി, രാത്രി അവളൊന്ന് ഉറങ്ങിയാൽ മതി അവൻ്റെ ഫോൺ തുറക്കാൻ. അവന് ലൈംഗിക ജീവിതത്തിൽ ഇനി ഒരു പെണ്ണിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് ഇതിനേക്കാളും വലിയ ദുരന്തം എന്താണ് എന്ന് നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുന്നത്. ഇതിനെന്ത് പരിഹാരം? ഒരു പ്രായത്തിൽ ഒരു 10-14 വയസ്സാവുമ്പോഴേക്കും ബോധ്യപ്പെടുത്തേണ്ട ദീനി കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടണം. അവരത് ചെയ്യില്ല. ബോധ്യപ്പെടുന്ന ഒരു കുട്ടി നമ്മളെക്കാളും പക്വതയോടെ അവൻ മാറും. പക്ഷെ ആ സ്വർഗവും നരകവും പരലോകവും ഖുർആനും ഒക്കെ അവർക്ക് അള്ളാഹുവിന് എടുക്കുന്നില്ല ദീൻ അവിടെ മനസ്സ് കയറുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരെ ഇസ്ലാമികമായി അവർക്ക് നൽകേണ്ട ഗൈഡൻസ്, അള്ള തന്ന നിയമങ്ങൾ എത്ര തിരക്കാണെങ്കിലും അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.